പി കെ ശശി ഇപ്പോഴും CPM-ന്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ? അദ്ദേഹം KTDC-യുടെ ചെയർമാനാണ്, CITU-വിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. സത്യത്തിൽ അതാണ് അത്ഭുതം തോന്നുന്നത്. ഇപ്പോൾ അൻവറിനെതിരെ ഇതേപോലെ കൈവെട്ടും തലവെട്ടും ചാലിയാർ പുഴയിലെറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യ വിളികളുമായിട്ട് CPM അണികൾ തെരുവിലിറങ്ങിയിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകനായിട്ടുള്ള ദാവൂദിനെതിരെ ഇതേപോലെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് അണികൾ തെരുവിലിറങ്ങിയിരുന്നു. ഇവിടെ മണ്ണാർക്കാട് എത്തുമ്പോൾ പി കെ ശശിക്കെതിരെയും കഴിഞ്ഞ ദിവസം നടന്നത് ആ നിലയിലുള്ള പരസ്യമായിട്ടുള്ള ഒരു കൊലവിളി പ്രസംഗങ്ങളും പ്രതിഷേധങ്ങളും ആ നിലയിലുള്ള മുദ്രാവാക്യങ്ങളുമാണ്. അവിടെയാണെങ്കിൽ ചാലിയാർ പുഴയിലാണെങ്കിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ കുന്തിപ്പുഴയായി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കൈവെട്ടും അത് പ്രസംഗം, അതിൽ മുദ്രാവാക്യങ്ങൾ ഈ പറഞ്ഞ രീതിയിലായിരുന്നു. കയ്യും വെട്ടും തലയും വെട്ടും, ഞങ്ങൾക്ക് അരിവാളുണ്ട്, അരിവാൾ കൊണ്ട് ഇങ്ങനെ ഉപയോഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളെ തള്ളി പറയുമ്പോഴും അവരുടെ അണികൾ അത് ഉൾക്കൊള്ളുന്നില്ല എന്നും അവർ വീണ്ടും വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലും വ്യത്യാസം ഞാൻ കാണുന്നത്, ഇപ്പോ അൻവറിനെതിരെ അങ്ങനെ നിലമ്പൂരിലും വണ്ടൂരിലും ഒക്കെ മുദ്രാവാക്യം അന്ന് വിളിച്ചത് അൻവർ പാർട്ടിക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തതിന് ശേഷമാണ്. അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ്. ഇവിടെ ഇപ്പോഴും പി കെ ശശി CPM-ന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. CPM നൽകിയ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഉത്തരവാദിത്തം അദ്ദേഹം വഹിക്കുന്നുണ്ട്. അദ്ദേഹം പാർട്ടിയിലും പുറത്താക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം സംഘടനാപരമായിട്ടുള്ള നടപടിയൊക്കെ നേരിടുന്നുണ്ടോ തോന്നുന്നു തനതായത്തിലൊക്കെ. പക്ഷെ ഇപ്പോഴും അദ്ദേഹം CITU-വിന്റെ നേതാവായിട്ട് തുടരുകയാണ്, CPM-ന്റെ അംഗമായിട്ട് തുടരുകയാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ പോലും ആർഷോയുടെ ഒക്കെ നേതൃത്വത്തിൽ കൊലവിളി പ്രസംഗങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പി കെ ശശി ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി കടന്നു വരികയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പരിശോധിക്കും. ഏതായാലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചർച്ച ഇതുവരെ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പി കെ ശശി നിലപാട് വ്യക്തമാക്കട്ടെ. അടിസ്ഥാനപരമായിട്ട് പി കെ ശശി എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തിയാൽ UDF-ഉമായിട്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ പരമാവധി അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള ശരിയായ രീതിയായിട്ട് ഞങ്ങൾ കാണുന്നത്. UDF-ന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി വ്യക്തികളായാലും സംഘടനകളായാലും ഇപ്പോൾ LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായാലും അവർ നിലപാട് വ്യക്തമാക്കി അവർ നിലവിലുള്ള സംവിധാനത്തിൽ തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തും. അതുവരെ മറ്റു തരത്തിലുള്ള ഊഹാപോഹങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ.